യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഒത്തിരിയേറെ സ്നേഹത്തോടെ ശാലോം പ്രേക്ഷകരെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത, കരുതലോടെ കാക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്ക്, അങ്ങയുടെ കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ നന്ദി, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കണമേ. ആത്മധൈര്യത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത നാളിൽ ഒരു വ്യക്തി ധ്യാനാവസരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഒത്തിരിയേറെ ജീവിതത്തിൽ തകർന്നു പോയ വ്യക്തിയാണ്. സാമ്പത്തിക മേഖലകളിൽ തകർന്നു പോയി. ബിസിനസ്സൊക്കെ തകർന്നു, നഷ്ടങ്ങൾ അങ്ങനെ ഒരു വശത്ത്, ലക്ഷക്കണക്കിന് രൂപ കടബാധ്യത. അവൾ മനസ്സു തകർന്ന്, മനസ്സു ശരിക്കും മടുത്ത്, ആത്മധൈര്യമെല്ലാം ചോർന്ന് ഇനി എന്തു ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും, തോൽവികൾ ഉണ്ടാകും, സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും, പ്രതികൂല സാഹചര്യങ്ങൾ നാനാഭാഗത്തു നിന്ന് കടന്നു വരും. നമ്മൾ സ്നേഹിച്ചവർ ഒരുപക്ഷെ നമ്മളെ തള്ളിപ്പറഞ്ഞ് വിട്ടുപോകാം. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആത്മധൈര്യം നഷ്ടപ്പെട്ടവരെ പോലെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ പോലെ നമ്മൾ തകർന്നു പോകാൻ പാടില്ല. നെഹെമ്യ 2:20 പറയുന്നു, സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം നൽകും. നമുക്ക് വിജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ കൈപിടിച്ചുയർത്തി അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ യേശു ഒരിക്കലും നമ്മളെ കൈവിട്ട് മാറി നിൽക്കുന്നവനല്ല, നമ്മുടെ കൂടെ നിന്ന് നമ്മളെ താങ്ങുന്നവനാണെന്നുള്ള ആഴമായ വിശ്വാസത്തിൻ്റെ ആ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ഒരിക്കലും ആത്മധൈര്യം നഷ്ടപ്പെട്ടവരെ പോലെ നമ്മൾ പെരുമാറുവാനായിട്ട് പാടില്ല. ആത്മധൈര്യത്തിൻ്റെ ശക്തിയുടെ
ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകുന്നത്. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 35:3-4 ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുക, ബലഹീനമായിരിക്കുന്ന കാൽമുട്ടുകളെ ബലപ്പെടുത്തുക. ഒരു വ്യക്തിയുടെ കാൽമുട്ടിന് ബലം നഷ്ടപ്പെട്ടാൽ വീണുപോകും. കരങ്ങൾ ദുർബലമായാൽ നമുക്ക് പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കത്തില്ല. അത് നമ്മുടെ കരങ്ങളെ നമ്മൾ ബലപ്പെടുത്തുക, കാൽമുട്ടുകളെ ശക്തിപ്പെടുത്തുക. കാരണം കാൽമുട്ടിന് ബലമുണ്ടെങ്കിലേ ഒരു വ്യക്തിക്ക് നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിൽ ആണെന്ന് തിരിച്ചറിയാം. 4-ാമത്തെ വചനം പറയുന്നു, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരെ നിങ്ങൾ ധൈര്യം അവലംബിക്കുക. സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം നൽകും. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്വർഗത്തിലെ ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തും. ഈ വിശ്വാസത്തിലേക്ക് നമ്മുടെ മനസ്സ് ഉയരണം. നമ്മുടെ ചിന്തകൾ വിശ്വാസത്തിലേക്ക് ഉയരണം. നമ്മുടെ മനസ്സ് ശക്തി പ്രാപിക്കണം. തോൽവിയെക്കുറിച്ച്, പരാജയത്തിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സ് മടുക്കുന്നവരായി തീരാതെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഭാവിയെ കാണുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മധൈര്യത്തോടെ ജീവിതത്തെ നേരിടുന്നവരായിട്ട് നമുക്ക് മാറാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഈ അടുത്ത നാളിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി. സാമ്പത്തിക തകർച്ചയിൽ തൻ്റെ വീട് നഷ്ടമായി. അവസാനം ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നു. അദ്ദേഹം തൻ്റെ ആത്മധൈര്യം ചോർന്നു പോകാത്ത വിധം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ട് മാറി. ആ വ്യക്തി എന്നോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളും തകർച്ചകളും പരാജയങ്ങളും അതെന്നെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. ജീവിതത്തിൽ ഈ നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ധ്യാനം കൂടി, ദൈവത്തിൻ്റെ വചനം കേട്ടു, ദൈവത്തെ തേടി കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറി. അദ്ദേഹം പറയുകയാണ്, ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെ ഓർത്ത് എനിക്കിന്ന് ദുഃഖമില്ല. ജീവിതത്തിലുണ്ടായ പരാജയങ്ങളെ ഓർത്ത് എനിക്ക് ദുഃഖമില്ല. കാരണം അതിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടുകയായിരുന്നു. അദ്ദേഹം പറയുന്നു, എനിക്കുറപ്പുണ്ട്, എനിക്ക് ആയുസ് തന്നവൻ എന്നെ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് ഉയർത്തും. വലിയ ആത്മവിശ്വാസത്തോടെ ഒരു വ്യക്തി പറഞ്ഞ വാക്കുകളായത്. എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 35 തിരുവചനങ്ങൾ, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. നിങ്ങളുടെ ആത്മധൈര്യത്തെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ആത്മധൈര്യം എങ്ങനെയാണ് നശിക്കുന്നത്? നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. പരാജയത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ. അങ്ങനെ എതിർചിന്തകളും പരാജയത്തിൻ്റെ ചിന്തകളും തോൽവിയുടെ ചിന്തകളും നമ്മളെ ആത്മധൈര്യം നഷ്ടപ്പെട്ട വ്യക്തികളാക്കി മാറ്റുകയാണ്. ഇവിടെ വചനം പറയുന്നു, ആത്മധൈര്യം നഷ്ടപ്പെട്ടവരായിട്ട് നിങ്ങൾ മാറരുത്. ആത്മധൈര്യം വർദ്ധിക്കുവാൻ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും നമ്മൾ വിശ്വസിച്ച് മുന്നേറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എത്രയോ വ്യക്തികളാ ജീവിതത്തിൽ ആത്മധൈര്യമൊക്കെ നഷ്ടപ്പെട്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആത്മഹത്യയിലൊക്കെ അഭയം തേടിയിരിക്കുന്നവർ. ഒരിക്കലും നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആത്മധൈര്യം നഷ്ടപ്പെട്ട് തകർന്നു പോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എപ്പോഴും ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടമുണ്ടായാലും ആത്മധൈര്യത്തോടെ ജീവിതത്തെ
നേരിടുവാൻ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. 2 തിമോത്തി 1:7 പറയുന്നു, എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, ആത്മധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവാത്മാവ് ശക്തിയുടെ ആത്മാവ്, ധീരതയുടെ ആത്മാവ്, ആത്മധൈര്യത്തിൻ്റെ ആത്മാവ്. ആ ഭീരുത്വത്തിൻ്റെ ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റുക. ഭീരുത്വത്തിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. ആത്മധൈര്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, വചനത്തിൻ്റെ ചിന്ത കൊണ്ട് നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ നമുക്ക് നിറയ്ക്കാം. ആത്മധൈര്യത്തെ ഒരിക്കലും നശിപ്പിക്കുവാനായിട്ട് പാടില്ല. അതിന് വലിയ പ്രതിഫലം ലഭിക്കുവാനിരിക്കുന്നു. നിങ്ങൾ ധൈര്യമായിരിക്കുക. വലിയ പ്രതിഫലം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാനായിട്ട് പോകുക. വലിയ പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് നൽകും. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ആത്മധൈര്യം നഷ്ടപ്പെട്ട് പാപത്തിൻ്റെയും തിന്മയുടെയും വഴികളിലേക്ക് കടന്നു പോകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് നമ്മൾ മുന്നേറുന്നവരായിട്ട് മാറണം. ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനുള്ള ഒരു തീഷ്ണത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല. ഉറപ്പാണ്, കർത്താവ് താമസിക്കത്തില്ല. നിന്നെ സഹായിക്കുവാൻ അവൻ തക്ക സമയത്തു തന്നെ വരും. അവൻ നേരത്തെ വരത്തില്ല, അവൻ താമസിച്ചു പോകത്തില്ല. തക്ക സമയത്ത് അവൻ നിന്നെ കൈപിടിച്ച് ഉയർത്തും. തക്ക സമയത്ത് അവൻ കരങ്ങൾ നീട്ടി നിന്നെ താങ്ങും. തക്ക സമയത്ത് ശക്തി തന്ന് നിന്നെ ബലപ്പെടുത്തും. ആത്മധൈര്യം ചോർന്നു പോയി മനസ്സ് തകർന്ന് പാപത്തിൻ്റെ വഴികളിലേക്ക്, നിരാശയുടെ വഴികളിലേക്ക് നീ ഒരിക്കലും പോകുവാനായിട്ട് പാടില്ല. എന്തും വന്നോട്ടെ, ആത്മധൈര്യത്തോടെ അവയെ നേരിടുവാൻ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്, ദൈവാത്മാവ് നിനക്ക് ശക്തിയും കരുത്തും നൽകും. അവൻ താമസിക്കത്തില്ല. യേശു അവൻ കൃത്യസമയത്ത് വരും. അവൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഇന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് താമസിക്കത്തില്ല. അങ്ങ് എന്നെ ബലപ്പെടുത്തും. വീഴുമ്പോൾ എന്നെ കൈപിടിച്ചുയർത്തുവാൻ, സങ്കടപ്പെടുമ്പോൾ ആശ്വാസം നൽകുവാൻ, പരാജയപ്പെടുമ്പോൾ വിജയം നൽകുവാൻ അങ്ങ് വരും. അങ്ങനെ കൈപിടിച്ചുയർത്തും. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, നമുക്ക് ശക്തമായിട്ട് കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സഹിക്കാൻ ശക്തി നൽകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സഹനവേളകളിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കും. ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള ആരും ഇന്നുവരെ പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള ആരും ഇന്നുവരെ തകർന്നു പോയിട്ടില്ല. ദൈവത്തിൽ ആര് ആശ്രയിച്ചോ അവരെ കർത്താവ് ശക്തിപ്പെടുത്തും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സഹനങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മളെ ബലപ്പെടുത്തുവാൻ കർത്താവ് തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബലം നൽകും. ദൈവത്തിൻ്റെ ആത്മാവ് സഹിച്ചു നിൽക്കാൻ നമുക്ക് ശക്തി നൽകും. സഹനങ്ങൾ നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മളെ കർത്താവിൻ്റെ ആ വിശുദ്ധിയോട് ചേർക്കുന്ന അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ തിരിച്ചറിയണം. നിനക്ക് സഹനശക്തി ആവശ്യമാണ്. സഹിക്കാനുള്ള ശക്തി
കർത്താവിൻ്റെ ആത്മാവ് തരും. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കത്തില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസം മൂലമുള്ള ജീവിതമാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ എല്ലാം കാണുവാൻ, വിശ്വാസത്താൽ എല്ലാം നേടിയെടുക്കുവാൻ, വിശ്വാസത്താൽ എല്ലാം സ്വന്തമാക്കുവാൻ നമുക്ക് കഴിയണം. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഞാനും നിങ്ങൾ ജീവിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ടാണ്. നമ്മൾ ജീവിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ എല്ലാം കണ്ടുകൊണ്ട് വേണം ജീവിക്കുവാൻ. അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. അവൻ പിന്മാറുന്നെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ എപ്പോഴാണ് പ്രസാദിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് പ്രസാദിക്കുന്നത് വിശ്വാസത്തോടെ ഓരോ ചുവടും മുൻപോട്ട് വച്ച് ദൈവഹിതപ്രകാരം നമ്മൾ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രസാദിക്കുന്നത്. നമ്മുടെ ആത്മധൈര്യത്തെ നമ്മൾ നശിപ്പിച്ചു കളയരുത്. നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്ന അഭിഷേകത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ കൃപകളെ നമ്മൾ നഷ്ടമാക്കാൻ പാടില്ല. നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം നൽകും. സ്വർഗത്തിലെ ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തും. നീ ഭൂമിയോളം പാതാളത്തോളം താഴ്ത്തപ്പെട്ടാലും നിന്നെ ആകാശത്തോളം ഉയർത്തുന്ന, അഭിഷേകം തരുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു. ആത്മധൈര്യത്തോടെ ജീവിതത്തെ നേരിടാം. ആത്മധൈര്യത്തോടെ പ്രതിസന്ധികളെ നേരിടാം. ആത്മധൈര്യത്തോടെ തോൽവികളെ നേരിടാം. ആത്മാവിൻ്റെ കരുത്തും ബലവും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ആത്മാവിൻ്റെ ബലം പ്രാപിക്കാൻ നമുക്ക് കരവീഴ്ത്തി പിടിച്ചൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ആത്മധൈര്യം നൽകണമേ, ആത്മശക്തി നൽകണമേ, കൃപകളാൽ നിറയ്ക്കണമേ, അഭിഷേകം തരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആത്മധൈര്യം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ, ആത്മശക്തി കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ മഹത്വം. ദൈവാത്മാവേ, ഞങ്ങളെ വിശ്വാസത്തിൻ്റെ ശക്തരായ പോരാളികളാക്കി മാറ്റണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ രോഗങ്ങളൊക്കെ വിട്ടുമാറുവാൻ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെറമിയ 17:14. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിതങ്ങളെയും അങ്ങ് സ്പർശിക്കണമേ. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന, ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് തൊടണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ. അൾസറും ആസ്മയും വിട്ടുമാറട്ടെ. തീരാ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ ശക്തി കടന്നു പോവട്ടെ. കർത്താവെ തുടരണമേ. കടബാധ്യതക്കാരെ അങ്ങ് വിടുവിക്കണമേ. ആത്മധൈര്യം നഷ്ടപ്പെട്ട് മനസ്സ് തകർന്നവരുടെ മേൽ ആത്മബലം കൊടുത്ത് അവരെ കൈപിടിച്ചുയർത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തകർച്ചകൾ, പരാജയങ്ങൾ, തോൽവികൾ വിട്ടുമാറട്ടെ. രോഗങ്ങൾ സൗഖ്യമാവട്ടെ. കർത്താവെ അങ്ങ് സ്പർശിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ. ഒത്തിരി രോഗത്താലൊക്കെ കഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇവിടെ വന്ന് ധ്യാനത്തിൽ കൂടി കഴിഞ്ഞ മാസം ധ്യാനം കൂടി യേശുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ ഇടയ്ക്കിൽ വന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ സൗഖ്യമാണ് ഇവിടെ വെച്ച് കിട്ടിയ. ചേച്ചിക്ക് ഒരു സൗഖ്യം. ചേച്ചിയുടെ അനിയത്തിക്കും മകനും അവർ വീട്ടിലായിരുന്നു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ കിട്ടിയ സൗഖ്യം നമുക്ക് കേൾക്കാം. അനീതിക്ക് 3 വർഷമായിട്ട് വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ മാസം 15-ാം തീയതി എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ സാബു ബ്രദറിൻ്റെ ഒരു ധ്യാനമുണ്ട്, നീ എനിക്കൊരു പുസ്തകം വാങ്ങി തരണം, അത് നിൻ്റെ പേരിൽ വന്ന് നീ എനിക്ക് കൊണ്ടു തരണം. അപ്പം ഞാൻ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞു, വില 10 രൂപയാ, നിങ്ങളുടെ അഡ്രസ്സ് തരാൻ പറഞ്ഞു. ഞാൻ അഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ ജോലി കമ്പനി തയ്ക്കാൻ പോവുകയാണ്. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഞാൻ.
അപ്പം അവിടുന്ന് ഇപ്പം രാത്രി ഞാൻ വന്ന് നോക്കുമ്പോൾ ഗേറ്റിന് അകത്ത് പുസ്തകം കിടക്കുന്നു. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞെടി നീ പറഞ്ഞ പുസ്തകം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാനത് എടുത്തില്ല, അവിടെ തന്നെ വെച്ചു. അപ്പം ഞാനത് എടുത്ത് നോക്കിയപ്പോൾ യൂട്യൂബിലുള്ള പോലെ പുസ്തകത്തിന് പുറകിലുണ്ട്. അപ്പം ഞാൻ അടിച്ചു നോക്കിയാൽ സാബു പ്രവർത്തനം പിന്നെ കണ്ട ഉടനെ ഞാൻ രാത്രി തന്നെ ഫോൺ ചെയ്ത് അവളോട് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോ, നിൻ്റെ കഷ്ടങ്ങളെല്ലാം, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് വന്നവളാ, ഇങ്ങോട്ട് പോ, നിൻ്റെ കഷ്ടങ്ങളെല്ലാം തീരുമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ഞാൻ വന്ന് ലൈനിൽ നിന്ന് തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഏതോ ഒരു ഭയങ്കര ഭാര മേലല്ല. അപ്പം ചൊവ്വാഴ്ച രാവിലെ വന്ന് കാപ്പി കുടിക്കാൻ പോലും വരാനുള്ള സാധിക്കുന്നില്ല. ഉച്ചയ്ക്ക് വരെയപ്പം ഭാരത് നടക്കാൻ പോലും മേല. അപ്പം അവിടെ നിന്നപ്പോൾ ഞാൻ നാത്തൂനും ഞാനും കൂടി വന്നേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കത് ശരിയാകത്തില്ല, വാ നമുക്ക് പോകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഒരു 3:30 മണിയും കൂടെ ആകട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ 3:30 മണിക്ക് ഇവിടെ സൗഖ്യ പ്രാർത്ഥന ചെയ്തപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഏതോ ഒന്ന് പോയ പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എന്നെ കാറ്റ് പോലെ അങ്ങ് പറക്കുന്ന മാതിരി. അപ്പം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അനിയത്തേക്ക് വരാൻ പറ്റത്തില്ല, കൊച്ചിനും മകനും മേലെല്ലാം പൊട്ടിയൊഴുകി 8 ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നും ശരിയായില്ല. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവർക്കും നീ സൗഖ്യപ്പെടുത്തുന്നത് ഞങ്ങളെ നീ കാണുന്നില്ലല്ലോ, നീ അവളുടെ മേത്ത് ഒരു പരിശ്രമം എൻ്റെ കൈ ഒന്ന് അവളുടെ തലയിലൊന്ന് പ്രാർത്ഥിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് ഫോൺ ഞാൻ അന്ന് ഒരാൾ വരുമെന്ന് പറയുന്ന ഫോൺ എൻ്റെ കൈ വെച്ചിരുന്നു. ശരി, ഞാൻ ആരും കാണാൻ പോയി ഫോൺ ചെയ്ത് അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 3:30 മണിക്ക് ഇവിടെ സൗഖ്യ പ്രാർത്ഥന ചെയ്തപ്പോൾ അവളുടെ വയറ്റിൽ ഭയങ്കരമായിട്ട് ഒരു എരിച്ചിലോ വേദനയോ ഉണ്ടായെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അവളുടെ വയറ്റിൽ അന്തമൊഴയേ ഇല്ല. അത് കഴിഞ്ഞ് അവളുടെ മോന് മേല് മൊത്തം പൊട്ടി ഒഴുകുവാണ്. 8 ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു കുറവുമില്ല. അത് കഴിഞ്ഞ് പാലൻ ടിവിയുടെ മുമ്പിൽ അവൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചു. അവൻ ഹോസ്റ്റലിലാണ് നിന്ന് പഠിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് വാർഡൻ ഫോൺ ചെയ്യുന്നു, നിങ്ങളാരും വരണ്ട, അവൻ്റെ മേലിരിക്കുന്ന ആ പൊട്ടി ഒഴുകുന്നതെല്ലാം അങ്ങനെ നിന്നു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവൾക്ക് വരാൻ പറ്റത്തില്ലാത്ത സാഹചര്യമുണ്ട്. ഞാൻ വന്ന് അവൾക്ക് വേണ്ടി സാക്ഷ്യം പറയുക. റോമ 2:12 ദൈവത്തിന് മുഖംനോട്ടമില്ല. യേശു മാനവരാശിയുടെ രക്ഷകന, ഏകരക്ഷകന. അവൻ്റെ നാമത്തെ ആര് വിളിച്ചപേക്ഷിച്ചാലും, ജാതിയോ മതമോ ഒന്നുമില്ല, വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് സൗഖ്യം നൽകും, അനുഗ്രഹിക്കും. ഈ മകൾക്ക് തലയ്ക്കകത്ത് വേദനയായിരുന്നു. ആ ധ്യാനത്തിൽ, കഴിഞ്ഞ ധ്യാനത്തിൽ തലയ്ക്കകത്ത് വേദന വിട്ടുപോയി, പിന്നെ ഉണ്ടായിട്ടില്ല. ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നൊരനുഭവം, എന്തോ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ശരിക്കും എന്തൊരു ഡെലിവറൻസ് ആണ്, എന്തോ വിട്ടുപോയ അനുഭവം ഉണ്ടായി. നാട്ടിലായിരിക്കുന്ന അല്ലെ അനിയത്തിയുടെ വയറ്റിലെ മുഴ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ മുഴ അപ്രത്യക്ഷമായി അനിയത്തിയുടെ മകൻ്റെ ശരീരത്തിലെ വ്രണങ്ങളെല്ലാം കണ്ണ് മാത്രം കണ്ടത്, ശരീരം എല്ലാം പൊട്ടി ഒഴുകുക. അതായത് കണ്ണ് മാത്രമാണ്, ശരീരം മൊത്തം പൊട്ടി ഒഴുകുന്ന അസുഖമായിരുന്നു. ഇവിടെ ഇരുന്ന് ഈ സഹോദരി പ്രാർത്ഥിച്ചാണ് ആ മകന് പൂർണ്ണ സൗഖ്യമാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. കരമടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവേ, അങ്ങ് മാത്രമാണ് ഏക ദൈവം, അങ്ങ് മാത്രമാണ് ഏക കർത്താവ്. അങ്ങ് ചൊരിയുന്ന അത്ഭുത സൗഖ്യത്തിന്, വിടുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്, അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്, ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും,
ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു